ശൈത്യകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായി ഇന്നും പാർലമെന്റ് സഭാ നടപടികൾ പ്രക്ഷുബ്ധമായേക്കും. സാമ്പാൽ മണിപ്പൂർ അദാനി വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം. ഗൗതം ചേർന്നുണ്ട്. ഗൗതം, നമുക്കറിയാം വഖഫ് ബില്ല് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. കാരണം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടവർ നിൽക്കുന്നത് ഈ ഭാരതത്തിലെ പല ഭൂമികളും വെട്ടിപ്പിടിക്കാനായി വഖഫ് ശ്രമിക്കുന്നുണ്ട്. അനധികൃതമായ അധിനിവേശങ്ങളിലേക്ക് വഖഫ് കടക്കുമ്പോൾ അതിനൊരു കടിഞ്ഞാണിടാൻ വേണ്ടി ഈ ബില്ല് പാസ്സാക്കി എടുക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. ഇതിനെല്ലാം കേന്ദ്ര സർക്കാർ വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിലെല്ലാം തടയിടാൻ പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം തന്നെയാണ് കഴിഞ്ഞ സമ്മേളനത്തിലും ഉണ്ടായത്. ഇന്ന് ഇപ്പോൾ വീണ്ടും പാർലമെന്റ് സമ്മേളനത്തിൽ ഇത്തരം വിഷയങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ടല്ലേ? ദേവിക, ഇന്നും ശൈത്യകാല സമ്മേളനം പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. വിവിധ വിഷയങ്ങളിൽ നിലവിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കഴിഞ്ഞു. മണിപ്പൂരിൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഘർഷം, ഉത്തർപ്രദേശിലെ സാമ്പാൽ സംഘർഷം, അതുപോലെ തന്നെ ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം, ഈ വിഷയങ്ങളിലാണ് നിലവിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയിലെ എംപിമാരുടെ ആവശ്യം. കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കമാണ് ഈ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ 25-ാം തീയതി സഭ ചേർന്നപ്പോഴും ആദ്യ ദിവസം ബഹളത്തിൽ മുങ്ങിയിരുന്നു. ലോക്സഭ 1 മണിക്കൂർ മാത്രമാണ് ലോക്സഭ സമ്മേളിക്കാൻ സാധിച്ചില്ല. ആദ്യം 12 മണി വരെ നിർത്തിവെച്ചു, പിന്നീട് സഭ പിരിയുകയായിരുന്നു. അതുപോലെ തന്നെ രാജ്യസഭയും അന്തരിച്ച മുൻ അംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം പിരിഞ്ഞു. ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനമാണ് സംവിധാൻ സദനിൽ നടന്നത്. അതിനാൽ ഇന്നത്തേത് ശൈത്യകാല സമ്മേളനത്തിന്റെ 2ാം ദിവസമാണ്. ഈ ദിവസവും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ വിശദാംശങ്ങൾ.